അധികാരം ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും മന്ത്രി പറഞ്ഞു. ചെർപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കെ.എം. ഷാജി. താഴെത്തട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹിതകരമല്ലാത്ത വിധം, പ്രയാസകരമായ വിധം വന്നു ഭവിച്ചു പോയാൽ അത് സമാധാനം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊരു ബോധ്യം ഈ അധികാരം നമ്മളുടെ മുമ്പിലുള്ളിടത്തോളം ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഇങ്ങനെ സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത്. ഓരോ മനുഷ്യരുടെയും, സാധാരണക്കാരായ മനുഷ്യരുടെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പോഴൊക്കെ കുറേയൊക്കെ വന്നതിന് ശേഷം അധികാരം നമുക്ക് ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ആയുധമല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്നൊരു പ്രശ്നമുണ്ട്. കുറേ കാലങ്ങളായി അധികാരത്തെ ദുരുപയോഗം ചെയ്ത് മനുഷ്യർക്ക് മേൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആരായാലും അവർക്കെതിരെ മുഖം നോക്കി കടന്നു നിൽക്കുക എന്ന് പറയുന്നത് കൂടെ അധികാരത്തിലെ നമ്മളുടെ ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് 10 വർഷക്കാലം പുഴുക്കുത്തുകളായി കേരളത്തിലെ ജനങ്ങൾക്ക് മുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആരായിരുന്നാലും അവരെ അത്തരം സ്ഥാനങ്ങളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരു ഉറപ്പ് ഞാനെല്ലാ സഹോദരന്മാർക്കും പറയാം. അതോടൊപ്പം അധികാരം കയ്യിൽ വന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൾബലമോ വെച്ച് പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ ഓരോരുത്തരും, പഞ്ചായത്ത് മെമ്പർമാരായാലും കൗൺസിലർമാരായാലും അധികാര സ്ഥാനത്തിരിക്കുന്നവരായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായാലും ഒക്കെ സാധാരണ മനുഷ്യരോട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന സർവീസിന്റെ റോളിലേക്കാണ് നമ്മൾ മാറ്റപ്പെട്ടത്. പാർട്ടി പ്രവർത്തകർ സ്തുതിപാഠക സംഘങ്ങളായി മാറരുതെന്നും ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർ സ്തുതിപാഠക സംഘങ്ങളാവരുത്. തെറ്റ് കണ്ടാൽ ഔദ്യോഗികമായി അത് പറയേണ്ട ഇടത്ത് തെരുവിൽ വെച്ച് പറയുകയല്ല, ആക്ഷേപിക്കാൻ അവസരമായി എടുക്കുകയല്ല, പക്ഷെ അത് നേരെ പറയേണ്ടിടത്ത് പറഞ്ഞ് തിരുത്തിക്കാനുള്ള തിരുത്തൽ ശക്തിയായിട്ടാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടത്. അത് പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ്. അതല്ലാതെ അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി അവരുടെ മുമ്പിൽ സ്തുതിപാഠകരാവുകയല്ല നമ്മൾ ഓരോ പ്രവർത്തകന്മാരും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരിൽ പലപ്പോഴും ഈ അധികാരത്തിൽ ഇരിക്കുന്നവന് കഴിഞ്ഞോളണമെന്നുണ്ടാവില്ല. താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരാണ്, അവരാണ് വോട്ട് ചോദിച്ചത്, അവരാണ് വോട്ട് ചെയ്യിച്ചത്, അവരാണ് അധ്വാനിച്ചത്, അവരാണ് സാധാരണ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെടുന്നത്. അവർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇടപെടലുകളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെ പൊതുജനങ്ങൾക്ക് വിലയിരുത്താവുന്ന സംവിധാനം ഒരുക്കുമെന്നും ഓൺലൈൻ ഗ്രാമസഭ പരിഗണനയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സെക്രട്ടറിയോട് സംസാരിച്ചാൽ, അവിടുത്തെ ഓവർസിയറോട് സംസാരിച്ചാൽ, അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചാൽ, അവിടുത്തെ പ്രസിഡന്റിനോട് സംസാരിച്ചാൽ, ചെയർമാനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഗുണം, നിങ്ങളുടെ ഫയലുകൾ എത്രയാണ് അവിടെ വെച്ച് താമസിപ്പിക്കുന്നത്, അത് സെക്രട്ടറിയാണോ നിങ്ങളോട് മോശമായി പെരുമാറിയത്, അതല്ല പ്രസിഡന്റാണോ, അതല്ലെങ്കിൽ വേറെ മെമ്പർമാരാണോ, അല്ലെങ്കിൽ JS ആണോ എന്നൊക്കെ അറിയാവുന്ന തരത്തിൽ അതിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് തന്നെ നേരെ സർക്കാരിനോട് പറയാൻ കഴിയുന്ന തരത്തിൽ അതിനുള്ള പുതിയ ആധുനിക സംവിധാനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ തീർച്ചയായിട്ടും വരും, മുനിസിപ്പാലിറ്റിയിൽ വരും. അങ്ങനെ ഒരു റേറ്റിംഗ് തിരുവനന്തപുരത്ത് ഇരുന്നാൽ അവിടെ വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കിയാൽ തന്നെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ റേറ്റിംഗ് അയാൾക്ക് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് സാധിക്കും വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ പഞ്ചായത്തുകളിൽ വരും. പഞ്ചായത്ത് സാധാരണ മനുഷ്യരുടെ പൂർണ്ണാർത്ഥത്തിലുള്ള അഭയകേന്ദ്രമാക്കി, അവർക്ക് അവരുടെ ആശ്രയിക്കാവുന്ന ഒരു അഭയകേന്ദ്രമാക്കി അതിനെ മാറ്റും. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി PMA സലാം, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ്, ജില്ലാ സെക്രട്ടറിമാരായ KTA ജബ്ബാർ, മുജീബുദ്ദീൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ബഷീർ, ട്രഷറർ രായൻ കീശ്ശേരി എന്നിവർ പങ്കെടുത്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബാബു പിലാത്തറയ്ക്കലും ജയനാസ് ബാബു ചേർന്നു
തൃക്കടീരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഹംസ, MSF മോസിൻ, നെല്ലായ പഞ്ചായത്തിന് വേണ്ടി ഓമൂട്ടിക. CCN ചെറുപ്പുളശ്ശേരി.